കരയുണ്ടടാ. ഞാനേ ബാങ്ക് വരെ ഒന്ന് പോവാണേ. അപ്പുറേ കെട്ടിയൊരപ്പുറം ഉണ്ട് കേട്ടോ. കണ്ടോ, അവൻ ഇവിടെ വന്ന് കരയാൻ തുടങ്ങി. അമ്മയുടെ പൊന്നാരിയല്ലേ, അപ്പുറം പോയിരുന്നു. പോയിരുന്നു. ഇപ്പം വരാട്ടോ, ചിക്കൻ മേടിച്ചുകൊണ്ട് വരാം. പിന്നെ എന്നാ വേണ്ടേ? അമ്മ എന്തിനുണ്ട്? തച്ചമ്മ എന്തി? പോരാട്ടോ, ഇവിടെ കിടന്ന് ഇരിക്കണ്ട, കരഞ്ഞോണ്ടിരുന്നേക്കരുത്. അമ്മ മുട്ടായി മേടിച്ചോണ്ട് വരാം. രാവിലെ ബാങ്കിലൊക്കെ പോയേ, അടിമാലിലെ ബാങ്കിലൊക്കെ ആട്ടോ പോയത്. അപ്പം തനിയാണ് പോയത്. ബസ്സിന് കയറിപ്പോയി. ഇവിടുത്തെ ഫോൺ നമ്പർ പിന്നെ അഡ്രസ്സ് ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമായിരുന്നു കേട്ടോ. ഇതെല്ലാം മാറ്റി കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞപ്പം കോതങ്കലം വന്നു കഴിഞ്ഞും ബാക്കി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞപ്പം കെട്ടിയനെ വിളിച്ച് കഴിഞ്ഞപ്പം പുള്ളി വന്നു. ഒത്തിരി സമയം വൈകിയായിരുന്നു, ഒരു 2 മണി 2:30 ആയായിരുന്നു. അപ്പോഴത്തേന് വിശന്ന് പണ്ടാരം അടങ്ങിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഉടുപ്പി കയറി ദോശ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ പുള്ളി പറഞ്ഞെന്നാൽ നീ ഇപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് കയറാൻ ഭയങ്കര പാടാട്ടോ, നമുക്ക് വണ്ടിയും കൊണ്ട് ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ ഒരുപാട് വണ്ടി ഇങ്ങനെ വന്ന് വഴി ബ്ലോക്ക് ആവുകയും ചെയ്യും. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി അപ്പുറം ഒതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വരാനായിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യം ഒരു മസാല ദോശ ഓർഡർ ചെയ്തു, അത് കഴിച്ചു. പുള്ളി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാട്ടോ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചു ബട്ടൂര കേട്ടോ. ബട്ടൂര ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബട്ടൂര ആയില്ലേ ചേച്ചി എന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ, എന്നാൽ മസാല ദോശ തരാൻ പറഞ്ഞു. അത് ഞാൻ അവിടെ ഇരുന്ന് തനിയെ അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതും അതിൻ്റെ കൂടെ വടയൊക്കെ കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് അത് തീരാറായപ്പോഴത്തേനുമാണ് കെട്ടിയവൻ വന്നത്. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് മസാല ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഓർഡർ എടുക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞു ബട്ടൂര ആയിക്കോട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ബട്ടൂര പറഞ്ഞു ഒരു പീസ് കൂടെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബട്ടൂരയും കൂടെ മേടിച്ച് കഴിച്ചു. പുള്ളി ഇടയ്ക്ക് എന്നിട്ട് ഒരു എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ എൻ്റെ പാത്രത്തിൽ നിന്ന് ചമ്മന്തി എല്ലാം എടുത്ത് പുള്ളി മണമണാന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, കാരണം ബട്ടൂരയ്ക്ക് ടേസ്റ്റാണ് ആ ചന മസാല എന്ന് പറഞ്ഞാൽ വെള്ളക്കടലയുടെ മസാല കേട്ടോ. അപ്പോൾ അതും ഇടയ്ക്ക് ഒരു ഉള്ളിയൊക്കെ കൂട്ടി ഞാനങ്ങനെ ഒരു മസാല ദോശയും ഒരു ബട്ടൂരയും കഴിച്ച് പിടിഞ്ഞലായിപ്പോൾ കേട്ടോ. തിരിച്ചിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ അവർ തന്നെ അവിടെ ഈ കാക്കയ്ക്കും പക്ഷിക്കൊക്കെ വെള്ളം കുടിക്കാൻ പാകത്തിന് അവിടെ എന്തോ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞത്തെ അംഗം കേട്ടോ ഈ കേൾക്കുന്നത്. അയ്യോന്നും പറഞ്ഞു ഞാൻ രാവിലെ തെറി ഞാൻ കേൾക്കേണ്ട വരും. നോക്കട്ടെ എന്നാ പറയുന്നതെന്ന്. മടുത്തു. ഇനിയും പോയി വിളിച്ചില്ലേൽ ആവശ്യമില്ലാത്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. പോയി വിളിച്ചേക്കാം. മടുത്തു കേട്ടോ. അടിമാലിയൊക്കെ പോയതായിരുന്നു, ബാങ്കിലൊക്കെ പോകാനായിരുന്നു. പുള്ളി പിന്നെ സ്റ്റാൻഡിൽ വന്ന് വിളിക്കാനായിട്ട് വന്നതാണ്, അല്ലാതെ അങ്ങോട്ട് എന്നെ കൊണ്ടുപോയൊന്നുമില്ല. കേട്ടോ, കൂട്ടില്ല. ഞങ്ങളെ കണ്ട ഒരു സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കലാപ പ്രകടനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പം അവളെ അഴിച്ചു വിട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സമാധാനമായിട്ട് അവനെ അവിടെ പുറത്തിരുത്തിയേക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു പിടുത്തം ലീഷൊന്നും ഇല്ലാണ്ട് അവൻ്റെ ഒരു നോട്ടവും പിടുത്തമൊക്കെ ഉണ്ട് കേട്ടോ. അവനത് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, അവനെ അങ്ങനെ ഇരുത്തിയിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു കൈയെത്തുന്ന ദൂരത്ത് ഞാൻ എന്നിട്ട് ആ മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തപ്പോഴും അവൻ സൈലൻ്റായിട്ട് അവിടെ ഇരിക്കുകയും കിടക്കുകയൊക്കെ കേട്ടോ ചെയ്തേ. അപ്പം എനിക്ക് തോന്നി ഇവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന ഒരു പാവം കുഞ്ഞാന്ന് എനിക്ക് അന്നേരം എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇവന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സങ്കടപ്പെടുന്നുണ്ടെന്നും കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെ ഇവന് മനസ്സിലാകുന്നുള്ളതുകൊണ്ട് ഇവൻ അവിടെ തന്നെ ചടഞ്ഞു കുത്തി ഇരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോഴാണ് ഞാൻ എണീറ്റ് നോക്കിയത്. ഇനിയിപ്പോൾ ഇവന് ഓടുമോ? പക്ഷേ ഓടും. നമ്മുടെ വഴി കൂടെ ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന കണ്ടാൽ അവൻ കൊടുങ്കാറ്റ് പോലെ ഒരു ഒറ്റ ഓട്ടമായിരിക്കും, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ആളാണെങ്കിൽ കടിക്കും, പൂച്ചയാണെങ്കിൽ
അവൻ അതിൻ്റെ പുറകെ ഒറ്റ ഓട്ടമായിരിക്കും കേട്ടോ എന്താണെങ്കിലും. പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പം കുറച്ച് നേരമൊക്കെ അവനെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വർത്താനമൊക്കെ പറഞ്ഞു ഒത്തിരി നേരം അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഒരു മൂഡിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ തന്നെ അകത്തോട്ട് കയറി പോവുക ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ ഓർക്ക് ഇത്രയും ഒരു സമാധാനപ്രിയനാണല്ലോ എന്ന്. അപ്പം വീടിൻ്റെ ചുറ്റുമൊന്നും മതിലൊന്ന് കെട്ടുവാണെങ്കിൽ നമുക്ക് ഈ ടെൻഷനില്ല കേട്ടോ. അപ്പം അത് വേറൊരു പ്ലാനിൽ ഇട്ടേക്കുന്ന കുറച്ചുകൂടി നമുക്കൊരു സ്ഥലത്തിൻ്റെ ഒരു പ്ലാനുണ്ട് മേടിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് അതങ്ങനെ ഇട്ടേക്കുന്ന അത് പെട്ടെന്ന് അങ്ങനെ മേടിക്കാൻ പറ്റത്തുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഇങ്ങനെ എപ്പോഴും അകത്തിടേണ്ടതും പുറത്തോട്ട് ഇറക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ലീഷയിലൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ അങ്ങ് തൽക്കാലം പോട്ടെ എന്ന് കരുതുന്നു. അവൻ ഓടാണ്ടിരിക്കുന്നത് എൻ്റെ ഭാഗ്യം. ഓടിക്കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് പോലെ വരുന്ന മാതിരി കേട്ടോ. ഹൃദയമൊക്കെ പടപടപടേന്നിടിക്കും. ഞങ്ങളുടെ പുറത്തിരുന്നുള്ള സ്നേഹപ്രകടനവും വർത്താനവും ഒക്കെ അവളകത്ത് ചുമ്മാ കിടന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അവളിറങ്ങി അപ്പോൾ അവളൊന്ന് കറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്ന് അവൾ തന്നെ സ്വയമേ കയറിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കിടന്നു. അപ്പം ഞാൻ ഇത്തിരി വൈകിട്ടത്തേന് ഇത്തിരി ചിക്കൻ വറുത്തേക്കാൻ ചെറിയതായിട്ട് ഞുറുക്കി ചിക്കൻ വറക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ പീസ് വറക്കുന്നത് ഞങ്ങൾക്കാലും ഇഷ്ടം ഈ നമ്മളൊരു ബീഫൊക്കെ കറി വെക്കുന്നില്ല ആ ഒരു പരുവത്തിൽ ഞുറുക്കിയിട്ട് പെട്ടെന്ന് വറുത്ത് കോരുകയും ചെയ്യാമല്ലോ. ഞാൻ എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് കൂട്ടൊരു ഇച്ചിരി പീസ് ഇവർ കഴിക്കുന്ന സൈസാണെങ്കിൽ തിരിച്ച് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ഇവർ കണ്ടാലും കേട്ടാലും ഞാനത് കൊടുക്കും കേട്ടോ. അതങ്ങനെ ശീലമായിപ്പോയേ. അവൻ ഉച്ചയ്ക്ക് പകലൊരു 3 മണിയൊക്കെ ആയപ്പോഴല്ലേ ടൗണിൽ നിന്ന് നല്ല നെയ്റോസ്റ്റും പട്ടൂരയൊക്കെ കഴിച്ചുകൊണ്ട് ഹെവി ആയിട്ട് ഡബിളായിട്ട് കഴിച്ചുല്ലോ. അപ്പം പതിവില്ലാതെ അന്നേരം ഒരു കോഫിയും വടയൊക്കെ ആ കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചുകൊണ്ട് വൈകിട്ടത്തേന് ലൈറ്റായിട്ട് കഴിച്ചാൽ മതി എന്ന് കരുതിയാൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പണ്ട് മോള് ഇവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോഴാണേലും അവൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രാവശ്യമല്ല കേട്ടോ ശരവണയിൽ പോയി നെയ്റോസ്റ്റ് കഴിക്കും. ഒരു 2 കഴിച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് ഉടുപ്പിൽ പോയി കഴിക്കാമെന്ന് പറയും കേട്ടോ. അത്ര ഇഷ്ടമായിരുന്നു നെയ്റോസ്റ്റ്. എനിക്ക് നെയ്റോസ്റ്റ് ഇഷ്ടമില്ല, നെയ്യ് ഒരുപാട് ഒഴിക്കുന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഓർക്കുകയതേ. അത് കഴിഞ്ഞ് പിന്നെ ഉടുപ്പിൽ പോയി ഓർണവേലും കഴിക്കും. ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച കോതമംഗലത്ത് നിന്നാണ്. ഇപ്പോഴും ഓർക്കുന്നു മാർലിയിൽ. ഇപ്പം അതൊക്കെ നിർത്തിപ്പോയിട്ടോ അവരെ സർവീസ്. ബേക്കറി ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ്റെ പരിപാടിയൊക്കെ നിന്നുപോയി. അപ്പം അത്ര നല്ല ടേസ്റ്റാണ് ഉടുപ്പിയിലെ ഇത് കൂട്ടിന് നമ്മുടെ നെയ്റോസ്റ്റിന്. പക്ഷേ ഇതിലെല്ലാം ബെസ്റ്റ് നെയ്റോസ്റ്റ് ഞാൻ പറയും തൃശ്ശൂർ പത്തൻസ് അല്ലേ, അങ്ങനെ ഒരു ഇതില്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരേ ഗോൾഡൻ കളറുമായിട്ട് അടിപൊളി നെയ്റോസ്റ്റ്. കഴിച്ചതിലെ ഏറ്റവും നല്ല നെയ്റോസ്റ്റും ഏറ്റവും നല്ല മസാല ദോശ അവിടെയാണ് കിട്ടുന്നതെന്ന് പറയും കേട്ടോ. ഇന്നെങ്ങനെ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു 8 കൊല്ലം മുന്നേ ഞാൻ പോയി കഴിച്ചത്. മോൾ IELTS പരീക്ഷ എഴുതാൻ പോയപ്പോഴാണെന്ന് തോന്നുന്നു. അങ്ങനെ പോയി കഴിച്ചതാണ്. അതിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ പറയും കേട്ടോ അവിടുത്തെ. പിന്നെ അവിടെ പോയിട്ടില്ല, കഴിച്ചിട്ടുമില്ല കേട്ടോ. അപ്പം ഇന്ന് ഇപ്പോൾ ഈ നെയ്റോസ്റ്റിൻ്റെ കഥയൊക്കെ കൊണ്ട് അത്രയൊക്കെ നിന്നു. രണ്ടുപേരും അവിടെ സമാധാനപ്രിയരായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.